ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേൺ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ 2 BHK 3 BHK ഭവനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം. വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു. നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായ ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086399995, 8086799992. ചെറുതുരുത്തി കുളമ്പുമുക്കിൽ 21ാമത് സ്വലാത്ത് വാർഷികവും ദുആ സമ്മേളനവും നടന്നു. PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിരവധി മതപണ്ഡിതന്മാരും വിശ്വാസികളും പങ്കെടുത്തു. ചെറുതുരുത്തി കുളമ്പ് മുക്ക് പള്ളി അങ്കണത്തിൽ ഹൈദ്രോസ് മുസ്ലിയാർ നഗറിൽ 21ാമത് സ്വലാത്ത് വാർഷികവും മതപ്രഭാഷണവും ദുആ സമ്മേളനവും ഭക്തി നിർഭരമായി നടന്നു. അത്തിക്കപ്പറമ്പ് അബ്ദുള്ള കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സമസ്ത കേന്ദ്ര മുശാവറ അംഗവും മഹല്ല ഗാളിയുമായ PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്പത്ത് അനിവാര്യമാണ്. അതിലുപരി മഹല്ലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ മഹല്ല് സംവിധാനം എന്തിനു വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ, നിലവിൽ വന്നതെങ്കിൽ ആ സംവിധാനം ഇവിടെ വിജയിക്കലാണ് മഹല്ല് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ നാം വിജയിച്ചോ ഇല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് ഏറെക്കുറെ അതിൽ നാം വിജയിച്ച് കൊണ്ടിരിക്കുകയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ മഹല്ലിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. കാലഘട്ടം വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വാർത്താമാധ്യമങ്ങളും അതുപോലെ വാട്സപ്പും യൂട്യൂബും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ചെറിയ കുട്ടികളും വലിയവരൊക്കെ അതിനടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹല്ല് പ്രസിഡന്റ് KA ജാഫർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനസ് ഒമാനി പുഷ്പഗിരി മുഖ്യപ്രഭാഷണം നടത്തി. ഒരനാഥയെ സംരക്ഷിച്ചാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരം ഈ 2 വിരലുകളാണ് ലോകത്തെ മുഴുവൻ അനാഥ മക്കൾക്ക് പ്രവാസികളും നാട്ടുകാരും തക്കാഫിൽ കൊടുക്കാൻ കാരണമെന്ന് മുഴുവൻ അനാഥകളും പഠിച്ച് വളർന്ന് ഡോക്ടറും സഖാഫികളും ആയപ്പോൾ അവർക്കറിയാം. ഈ നുബുവത്തിന്റെ 2 വിരലുകളാണ് നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം ഈ സ്ഥാപനങ്ങളാകുന്ന മുഴുവൻ സ്ഥാപനങ്ങളും തന്നത്. അവരൊരിക്കലും പാവങ്ങൾ റസൂലുള്ളാഹിനെ മറക്കൂല. അവർക്കറിയാം. അതെ, പാവങ്ങളെയും അനാഥകളെയും വിധവകളെയും ഒക്കെ സംരക്ഷിക്കുന്നവർ രാത്രി മുഴുവൻ നിസ്കരിക്കുകയും പകല് മുഴുവനും നോമ്പെടുക്കുന്നവന്റെ കൂലിയുമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അനാഥാഗതി മന്ദിരങ്ങളെല്ലാം നടന്നു പോകുന്നതെന്ന് അവർക്കറിയാം. സ്വാദിഖ് തങ്ങൾ അൽ ഹൈദ്രോസി ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള അൻവരി, വെട്ടിക്കാട്ടറി കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സൈഫുദ്ദീൻ നുസ്രി അദാനി വെള്ളിയങ്കോട്, മഹല്ല് ഖത്തീബ് അനസ് ഇർഷാദി, അനസ് സഖാഫി, അലി റിഷാദ് കിള്ളിമംഗലം, MS മുഹമ്മദ് ഹാജി, അസീസ് സൗദി, അബ്ബാസ് മുസ്ലിയാർ തുടങ്ങി നിരവധി പണ്ഡിതന്മാരും പ്രമുഖരും ചടങ്ങിൽ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി KS മുഹമ്മദ് അലി ഹാജി സ്വാഗതവും ട്രഷറർ CB ഷമീർ നന്ദിയും പറഞ്ഞു. 100 കണക്കിന് വിശ്വാസികളാണ് ആത്മീയ സംഗമത്തിൽ പങ്കുചേരാനെത്തിയത്. ന്യൂസ് ഡെസ്ക് CCV.